Next session, solution of ordinary differential equation using Laplace transform. Solution, ordinary differential equation solution കണ്ടുപിടിക്കേണ്ടത് ഈ റിസൾട്ട് യൂസ് ചെയ്യണം. യൂസിങ് ദ റിസൾട്ട് ഇത് കാണാൻ പഠിക്കേണ്ടത് എൽ ഓ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓ വൈ മൈനസ് വൈ ഓ സീറോ. എൽ ഓ വൈ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു എൽ ഓ വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഒ സീറോ മൈനസ് വൈ ഡാഷ് സീറോ. ഈ ഇക്വേഷനാണ് ഇത് നമുക്ക് കാണാൻ പഠിക്കണം. ഇതൊക്കെ ഉപയോഗിക്കുകയും വേണം. Then പ്രോബ്ലത്തിലോട്ട് പോകാം. യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ മൈനസ് 3 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് 2y ഇസ് ഈക്വൽ ടു 4 ഗിവൺ വൈ ഒ സീറോ ഇസ് ഈക്വൽ ടു 2 വൈ ഡാഷ് സീറോ ഇസ് ഈക്വൽ ടു 3. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ordinary differential equation. Okay, solution എഴുതുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ മൈനസ് 3 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് 2y ഇസ് ഈക്വൽ ടു 4. ഓക്കെ, ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയറിനെ നമ്മൾ വൈ ഡബിൾ ഡാഷ് എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് 2 ടൈംസ് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നു. മൈനസ് 3 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി മീൻസ് വൈ ഡാഷ്. ദാറ്റ് ഈസ് വൈയെ ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം ടി കൊണ്ട് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നു. പ്ലസ് 2y ഇസ് ഈക്വൽ ടു 4. ഇതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയറിന് വൈ ഡബിൾ ഡാഷ് 3 ഇൻറ്റു ഡി വൈ ബൈ ഡി ടിക്ക് 3y ഡാഷ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 4. ദിറ്റ് ഈസ് ദ ഇക്വേഷൻ. Then next step is taking Laplace transform of the both sides. ആ കിട്ടിയ ഇക്വേഷനെ നമ്മൾ both sides ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. ദാറ്റ് ഈസ് എൽ ഒ വൈ ഡബിൾ ഡാഷ് മൈനസ് 3 ഇൻറ്റു എൽ ഒ വൈ ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഒ വൈ ഇസ് ഈക്വൽ ടു എൽ ഒ 4. എല്ലാത്തിനെയും ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നത്. എല്ലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നതാണ്. ദെൻ എൽ ഒ വൈ ഡബിൾ ഡാഷ് അതിനൊരു റിസൾട്ട് ഉണ്ട്. അത് ആ റിസൾട്ട് അവിടെ അപ്ലൈ ചെയ്യുക. എൽ ഒ വൈ ഡാഷ് അതിനും ഉണ്ട്, അതും അവിടെ അപ്ലൈ ചെയ്യുക. എൽ ഒ വൈ അതുപോലെ ഇട്ടിരിക്കുക. എൽ ഒ 4ന്റെ റിസൾട്ടും എഴുതുക. ദെൻ എൽ ഒ വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ് എക്സ് സ്ക്വയർ ഇൻറ്റു എൽ ഒ വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഒ സീറോ മൈനസ് വൈ ഡാഷ് സീറോ. ഇത് റിസൾട്ടാണ്. ദെൻ എസ് സ്ക്വയറിൻ്റെ എൽ ഒ വൈ അതുപോലെ ഇട്ടിരിക്കുക. എസ് ഇൻറ്റു വൈ ഒ സീറോ തന്നിട്ടുണ്ട്, ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. വൈ ഒ സീറോയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ ഒ സീറോ 2 ആണ് in the given question. Minus y dash 0 തന്നിട്ടുണ്ട്. that is 3. that is s square into l o y minus 2s minus 3. ഇനി എൽ ഒ വൈ ഡാഷ്, ആ എൽ ഒ വൈ ഡാഷിൻ്റെ റിസൾട്ട് നമുക്കറിയാം. എസ് ഇൻറ്റു എൽ ഒ വൈ മൈനസ് വൈ ഒ സീറോ. എൽ ഒ വൈ ഒന്നും അറിയത്തില്ല, അതുപോലെ ഇട്ടിരിക്കുക. എസ് ഇൻറ്റു എൽ ഒ വൈ മൈനസ് 2. ദെൻ ഇക്വേഷൻ 1 ബിക്കംസ്, ഈ ഇക്വേഷൻ 1 ബിക്കംസ് എൽ ഒ വൈ ഡബിൾ ഡാഷിൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് സ്ക്വയർ ഇൻറ്റു എൽ ഒ വൈ മൈനസ് 2s മൈനസ് 3 മൈനസ് 3 ഇൻറ്റു എൽ ഒ വൈ ഡാഷിൻ്റെ സ്ഥാനത്ത് എസ് ഇൻറ്റു എൽ ഒ വൈ മൈനസ് 2 പ്ലസ് 2 ഇൻറ്റു എൽ ഒ വൈ ഇസ് ഈക്വൽ ടു എൽ ഒ 4. ദെൻ നിങ്ങൾ ഇനി അറേഞ്ച് ചെയ്യണം. എൽ ഒ വൈ എല്ലാം കൂടെ എൽ ഒ വൈ കോമൺ എടുക്കണം. എവിടെയൊക്കെ എൽ ഒ വൈ ഉണ്ട് അതെല്ലാം കൂടെ കോമൺ എടുത്ത് എഴുതുക. ബാക്കി എല്ലാം കൂടെ അറേഞ്ച് ചെയ്യുക. ദെൻ എൽ ഒ വൈ കോമൺ എടുത്ത് കഴിയുമ്പോൾ എൽ ഒ വൈ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 എൽ ഒ വൈ കോമൺ എടുത്തു കഴിഞ്ഞു. മൈനസ് ബാക്കിയുള്ള വാല്യൂസ് മൈനസ് 2x മൈനസ് 3a പ്ലസ് 6 ഇസ് ഈക്വൽ ടു 4/s. എങ്ങനെയാണ് 4/s കിട്ടിയത്? എൽ ഒ 4ന്റെ വാല്യൂ, എൽ ഒ 4ന്റെ വാല്യൂ എന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 4 എടുക്കണം. ദാറ്റ് ഈസ് എൽ ഒ 1 ആണ്. 4 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലാപ്ലാസ് എൽ ഓഫ് 1 എന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് 1/s ആണ്. അതാണ് അവിടെ നമുക്ക് 4/s എന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി എൽ ഒ വൈ ഉണ്ട്, അത് മാത്രം എൽ എച്ച് എസ് നിർത്തിയിട്ട് ബാക്കി എല്ലാം ആർ എച്ച് എസിലോട്ട് പോകുക. 4/s മൈനസ് 2s അപ്പുറത്ത് വരും പ്ലസ് 2s മൈനസ് 3 അപ്പുറത്ത് വരും പ്ലസ് 3 പ്ലസ് 6 ഷിഫ്റ്റ് ചെയ്തപ്പം മൈനസ് 6. ദെൻ അറേഞ്ച് ചെയ്യുക. പ്ലസ് 3യും മൈനസ് 6ഉം കൂടെ ആകുമ്പം മൈനസ് 3 അല്ലേ. ദെൻ അറേഞ്ച് ചെയ്യുക. ഇതിന് ഡിനോമിനേറ്റർ മാറ്റി കൊടുക്കുക. അത് ഡിനോമിനേറ്റർ ക്രോസ് ചെയ്യുക. 4 പ്ലസ് എസ് ഇൻറ്റു 2s 2s സ്ക്വയർ എസ് ഇൻറ്റു 3 മൈനസ് 6 എന്ന് പറയുന്നത് മൈനസ് 3 ആണ്. മൈനസ് 3 ഇൻറ്റു എസ് മൈനസ് 3s അതാണ് എഴുതിയിരിക്കുന്നത്. 2x സ്ക്വയർ മൈനസ് 3s പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ്. അത് ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തതാണ്. ദെൻ എൽ ഒ വൈ മാത്രം ഇട്ടിട്ട് മറ്റേനെ അപ്പുറത്തെ സൈഡിലോട്ട് ആർ എച്ച് എസിലോട്ട് കൊണ്ടുപോകാം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അത് ആർ എച്ച് എസിൽ പോകുമ്പോൾ ഡിവിഷൻ വരും. ദാറ്റ് ഈസ് 2s സ്ക്വയർ മൈനസ് 3s plus 4 divided by s into s square minus 3s plus 2.
ദെൻ വൈയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എല്ലോ വൈ ആണ് ഇത്. വൈ ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് വാല്യൂ. ദെൻ ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. നമ്മൾ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ ലാപ്ലാസ് ഇൻവേഴ്സ് അല്ലേ. ദെൻ ലാപ്ലാസ് ഇൻവേഴ്സ് വേണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡിനോമിനേറ്ററിനെ ഫാക്ടർ ഫോം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എടുത്തിട്ട് ശേഷം അതിനെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി എഴുതി. 2s² മൈനസ് 3s പ്ലസ് 4 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു s² മൈനസ് 3s പ്ലസ് 2. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് സെഷൻ ഇതായിരുന്നു. s ഇൻറ്റു s² മൈനസ് 3s പ്ലസ് 2. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. s² മൈനസ് 3s പ്ലസ് 2 ഫാക്ടറൈസ് ചെയ്യുമ്പം കിട്ടുന്ന ആൻസറാണ് s ഇൻറ്റു s മൈനസ് 1 ഇൻറ്റു s മൈനസ് 2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടുന്ന 2 നമ്പേഴ്സ്. ദാറ്റ് ഈസ് s ഇൻറ്റു s മൈനസ് 1 ഇൻറ്റു s മൈനസ് 2. ദെൻ ഇനി എന്താ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ്? പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പം a ബൈ എസ് പ്ലസ് ബി ബൈ എസ് മൈനസ് 1 പ്ലസ് സി ബൈ എസ് മൈനസ് 2. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാ. ഇനി ദെൻ ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന് പകരം ഇനി ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ എൽ എച്ച് എസ് ഡിനോമിനേറ്റർ, എൽ എച്ച് എസിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എൽ എച്ച് എസ് എങ്ങനെയായിട്ട് വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് കട്ട് ചെയ്ത് 2s² മൈനസ് 3s പ്ലസ് 4 ഈക്വൽ ടു ഇവിടെ എ ബൈ എസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് എ ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1. അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് മൈനസ് 1 കട്ട് ചെയ്ത് കളയുമ്പോൾ ബാലൻസ് വരുന്നത് ബി ഇൻറ്റു എസ് മൈനസ് 2 പ്ലസ് അടുത്തത് വരുമ്പോൾ സി ബൈ എസ് മൈനസ് 2. സി ബൈ എസ് മൈനസ് 2 ഇൻറ്റു എസ് ഇൻറ്റു ക്യാൻസൽ ചെയ്യുക. എസ് മൈനസ് 2 ക്യാൻസൽ ചെയ്യുമ്പോൾ സി ഇൻറ്റു എസ് മൈനസ് 1. ഓക്കെ, ദാറ്റ് ഈസ് 2s² മൈനസ് 3s പ്ലസ് 4 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് മൈനസ് 1 പ്ലസ് into s minus 2 plus b into s minus 2 plus c into s minus 1. Then find the values of a, b, c. Okay, put s is equal to 0. s is equal to 0 substitute ചെയ്യുമ്പോൾ b പാർട്ടും c പാർട്ടും 0 ആവും. എൽ എച്ച് എസിൻ്റെ പാർട്ടിൽ എസിന് 0 കൊടുക്കുമ്പോൾ 4 is equal to 2a, a is equal to 2. put s is equal to 1 substitute ചെയ്യുമ്പോൾ a പാർട്ടും c പാർട്ടും എയും സിയും 0 ആവും. ബിയുടെ വാല്യൂ b ഇൻറ്റു 1 ഇൻറ്റു 1 മൈനസ് 2. ഇവിടെ എസിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 മൈനസ് 3 പ്ലസ് 4 ദാറ്റ് ഈസ് മൈനസ് b is equal to 3, b is equal to 3. b is equal to -3. put s is equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൽ എച്ച് എസിൻ്റെ പാർട്ട് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 8 മൈനസ് 6 പ്ലസ് 4. ഇവിടെ എയുടെ പാർട്ട് 0 ആവും, ബിയുടെ പാർട്ട് 0 ആവും. സി എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 മൈനസ് 1 ദാറ്റ് ഈസ് സിയുടെ വാല്യൂ കിട്ടും. എയും ബിയും സിയും ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2s² മൈനസ് 3s പ്ലസ് 4 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇസ് ഇക്വൽ ടു എ ബൈ എസ്. എ എന്ന് പറയുന്നത് 2 ബൈ എസ് 2 ആണ്, പ്ലസ് ബി ബൈ എസ് മൈനസ് 1. ബി എന്ന് പറയുന്നത് -3 ആണ്, ദാറ്റ് ഈസ് -3 ബൈ എസ് മൈനസ് 1 പ്ലസ് സി ബൈ എസ് മൈനസ് 2. സി എന്ന് പറയുന്നത് 3 ആണ്, അവിടെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ദെൻ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. എൽ ഇൻവേഴ്സ് ഓഫ് 2s² മൈനസ് 3s പ്ലസ് 4 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് 2 ബൈ എസ് മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 3 ബൈ എസ് മൈനസ് 1 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 3 ബൈ എസ് മൈനസ് 2. 2 ബൈ എസ് 1 ബൈ എസിൻ്റെ എൽ ഇൻവേഴ്സ് 1 ആണ്, ദാറ്റ് ഈസ് 2 മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 3 by s minus 1. 1 by s minus 1 ഇൻ്റെത് e raised to t ആണ്, പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 3 by s minus 2. That is 3 into e raised to 2t. That is the solution for y. Y is equal to 2 minus 3 into e raised to t plus 3 into e raised to. The problem is over. Then the second problem. Using Laplace transform, solve d square y by dt square plus 2 into dy by dt plus 6y is equal to 60 into e raised to minus t, given that y of 0 is equal to 2 and y dash 0 is equal to 5. Then solution. Then given question is right. d square y by dt square plus 2 into dy by dt plus 6y is equal to 60 into e raised to minus t. Then d square y by dt square ne y double dash, dy by dt ke y dash. Okay, write it. That is y double dash plus 2y dash plus 6y is equal to 60 into e raised to minus t. Then second step, taking Laplace transform on both sides. Okay,
Then taking Laplace transform, L of y double dash plus 2 into L of y dash plus 6 into L of y is equal to 6 into L of t into e raised to minus t. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് എടുക്കാൻ. L of y double dash നമുക്കറിയാം s square into L of y minus s into y of 0 minus y dash 0 plus 2 into L of y dash നമുക്കറിയാം റിസൾട്ട് അപ്ലൈ ചെയ്യുക s into L of y minus y of 0 plus 6 into L of y. 6 into L of Laplace transform of t into e raised to minus t. Tയുടെ എന്താണ് t raised to n ആണെങ്കിൽ n factorial divide by 1 by s raised to n plus 1. That is 1 by s square വരും. e raised to minus t കൂടെ വരുമ്പം ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് റീപ്ലേസ് എസ് ബൈ എസ് മൈനസ് എ. ദാറ്റ് ഈസ് എസ് മൈനസ് മൈനസ് 1. ദാറ്റ് ഈസ് എസ് പ്ലസ് 1. ദാറ്റ് ഈസ് 6 by എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. then ഇവിടെ എല്ലാം വാല്യൂ കൊടുക്കും. എസ് സ്ക്വയറിൻ്റെ എൽ ഒ വൈ മൈനസ് വൈ ഒ സീറോയുടെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റിന്. ദാറ്റ് ഈസ് 2s മൈനസ് വൈ ഡാഷ് സീറോയുടെ വാല്യൂ 5 മൈനസ് 5 പ്ലസ് 2 ഇൻറ്റു എസ് ഓഫ് എൽ ഒ വൈ അതുപോലെ എടുക്കുക മൈനസ് വൈ ഒ സീറോ 4 ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വൈ ഒ സീറോ 4 പ്ലസ് 6 ഇൻറ്റു എൽ ഒ വൈ is equal to 6 by s plus 1 the whole square. y of 0 2 അല്ലേ 2 എടുത്തിട്ടാണ് ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്ത് 2 into 2 4 അവിടെയാണ്. ഇവിടെ y of 0 2 ആണ്, ബ്രാക്കറ്റ് ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് 2 into 2 4 ആയിരിക്കുന്നത്. ഓക്കെ, ദെൻ എൽ ഒ വൈ കോമൺ എടുത്ത് കഴിയും. ഇവിടെ നിന്നെല്ലാം എൽ ഒ വൈ എൽ എച്ച് എസിൽ നിന്നും എൽ ഒ വൈ കോമൺ എടുക്കുക. ദാറ്റ് ഈസ് എൽ ഒ വൈ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 6. ബാക്കി എല്ലാം കൂടെ അറേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് 2s ഉണ്ട്, മൈനസ് 5 ഉണ്ട്, മൈനസ് 4 ഉണ്ട്. അപ്പോൾ മൈനസ് 2sഉം മൈനസ് 9 ഇസ് ഈക്വൽ ടു 6 by s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ദെൻ ഈ മൈനസ് 2sഉം മൈനസ് 9ഉം ആർ എച്ച് എസിൽ പോവുക. അപ്പം 6 by s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2s പ്ലസ് 9. ദെൻ ഈ ആർ എച്ച് എസ് അറേഞ്ച് ചെയ്യുക. അതായത് ഈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ക്രോസ് ചെയ്യുക. ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ 1 ആക്കിക്കൊണ്ട് ബാക്കി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 6 by 6 പ്ലസ് 2s ഇൻറ്റു എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ദെൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 2s പ്ലസ് 9 ഒരുമിച്ച് എടുക്കുക. 2s അതായത് 6 by s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റ് ഇടുക 2s പ്ലസ് 9. ദാറ്റ് ഈസ് 6 പ്ലസ് 2s പ്ലസ് 9 ഇൻറ്റു എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അതിനുശേഷം അതിനെ എക്സ്പാൻഡ് ചെയ്യുക. എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് 2s പ്ലസ് 1 9 ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് 2s³ പ്ലസ് 13s സ്ക്വയർ പ്ലസ് 20s പ്ലസ് 15 ഹോൾ ഡിവൈഡഡ് ബൈ s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതിന് എൽ ഒ വൈ ഇവിടെ നിർത്തിക്കൊണ്ട് ഇതിനെ ആർ എച്ച് എസ് പാർട്ടിലോട്ട് കൊണ്ടുപോകുക. ദാറ്റ് ഈസ് 2s³ പ്ലസ് 13s സ്ക്വയർ പ്ലസ് 20s പ്ലസ് 15 s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 6. ഓക്കെ, ദെൻ എന്നിട്ട് എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. y ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 2s³ പ്ലസ് 13s സ്ക്വയർ പ്ലസ് 20s പ്ലസ് 15 ഡിവൈഡഡ് ബൈ s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 6. ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. നമ്മൾ ഇതിന്റെ പ്രോബ്ലം ചെയ്തതാണ്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുക. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് ഇതിനെ എടുക്കുക. 2s സ്ക്വയർ പ്ലസ് 13s സ്ക്വയർ പ്ലസ് 20s പ്ലസ് 15 ഡിവൈഡ് ബൈ s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 6. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടണം, ആഡ് ചെയ്യുമ്പം 2 കിട്ടണം. 2 നമ്പർ ഉണ്ടോ? ഇല്ല, നമ്പർ അങ്ങനെയുള്ള 2 നമ്പർ ഇല്ല. അപ്പം അങ്ങനെ ഇല്ലാത്തപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, പാർഷ്യൽ ഫ്രാക്ഷൻ ഇതിനും ഉണ്ട്. പാർഷ്യൽ ഫ്രാക്ഷൻ ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഇങ്ങനെയാണ്. a ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് a ബൈ എസ് പ്ലസ് 1 പ്ലസ് b ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് c എസ് പ്ലസ് d ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 6. ദെൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്തുവാ, മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ എൽ എച്ച് എസ് ഡിനോമിനേറ്റർ. എൽ എച്ച് എസിന്റെ ഡിനോമിനേറ്ററിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറയുന്നത് ഇത് ഫുള്ള് കിട്ടും. 2s³ അല്ലേ, 2s³ s സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത് 2s³. ഓക്കെ, 2s³ പ്ലസ് 13s സ്ക്വയർ പ്ലസ് 20s പ്ലസ് 15 ഇസ് ഈക്വൽ ടു മറ്റേ ക്യാൻസൽ ആയി പോകും a ബൈ എസ് പ്ലസ് 1. അതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s പ്ലസ് 1 ക്യാൻസൽ ചെയ്തിട്ട് a ഇൻറ്റു s പ്ലസ് 1 ഇൻറ്റു s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 6 എന്ന് വരും.
പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ആണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് പ്ലസ് വൺ സ്ക്വയർ ക്യാൻസൽ ചെയ്തിട്ട് ഈ വാല്യൂ മാത്രം വരും. എസ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 6 പ്ലസ് സി എസ് പ്ലസ് ഡി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 6 ക്യാൻസൽ ചെയ്തിട്ട് സി എസ് പ്ലസ് ഡി ഇൻറ്റു എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ ആണ് കണ്ടുപിടിക്കണം. ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുട്ട് എസ് ഇസ് ഈക്വൽ ടു -1 കൊടുക്കാം. -1 കൊടുത്തു കഴിയുമ്പം എ പാർട്ടും ബി പാർട്ടും എ പാർട്ടും 0 ആവും. സി എസ് പ്ലസ് ഡിയുടെ പാർട്ടും 0 ആവും. ബിയുടെ വാല്യൂ കിട്ടും. അപ്പം ബിക്ക് വാല്യൂ കിട്ടും. പിന്നെ അടുത്ത പുട്ട് എസ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കാം. പിന്നെ അടുത്തത് ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യന്റ്. അങ്ങനെ എന്തെങ്കിലും 3 വാല്യൂസ് എ ബി സി ഡി 4 വാല്യൂസിലേക്കാണ്. എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായാലും പുട്ട് എസ് ഇസ് ഈക്വൽ ടു 0, പുട്ട് എസ് ഇസ് ഈക്വൽ ടു -1, ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യന്റ് ഓഫ് എസ് സ്ക്വയർ അല്ലെങ്കിൽ ഇക്വേഷൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് എസ് ക്യൂബ് ഒക്കെ കണ്ടുപിടിച്ച് എ ബി സി ഡി കൊണ്ടുകൊടുക്കുക. എന്നിട്ട് എയുടെ അടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ കിട്ടും, ബിയുടെ വാല്യൂ കിട്ടും, സിയുടെയും ഡിയുടെയും കിട്ടും. എ കിട്ടിക്കഴിഞ്ഞാൽ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എസ് പ്ലസ് വണ്ണിൻ്റെ e⁻t ആണ്. ബി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യം എസ് സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ പ്ലസ് വൺ എങ്ങനെ വന്നു? എസ് സ്ക്വയർ മാറ്റിയിട്ട് എസ് പ്ലസ് 1ൻ്റെ കണ്ടുപിടിക്കുക. എസ് പ്ലസ് 1 എന്ന് പറയുന്നത് e⁻t ആണ്. എന്നിട്ട് പ്ലസ് 1 അങ്ങ് മാറ്റി കഴിയുമ്പോൾ എസ് സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കുക. അപ്പോൾ അത് ടിയുടെ ഇതിൽ വരും. ദെൻ സി എസ് പ്ലസ് ഡി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 6. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിട്ടാത്തവർ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ.